അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 21ാമത്തെ പാഠം അദ്ദർസുൽ ഹാദി വൽ അശ്റൂൻ അൽ ഫാറൂഖ്. തണുപ്പുള്ള രാത്രി, നല്ല ഇരുട്ടുണ്ട്, എല്ലാവരും ഉറങ്ങി. അമീറുൽ മുഅ്മിനീൻ ഉറക്കം വരുന്നില്ല. പ്രജകളുടെ പ്രയാസങ്ങൾ അറിയണം, അത് പരിഹരിക്കണം, അല്ലെങ്കിൽ അല്ലാഹു തആലയോട് മറുപടി പറയേണ്ടി വരും. ഈ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി. ഖലീഫ പുറത്തേക്കിറങ്ങി. കൂടെ ഖാദിമായ അസ്ലമുമുണ്ട്. അവർ ഇരുട്ടിലൂടെ നടന്നു. അകലെയുള്ള ഒരു കൂരയിൽ വിളക്ക് മുനിഞ്ഞു കത്തുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവർ അങ്ങോട്ട് നടന്നു. അടുപ്പിൽ കലം വെച്ചിരിക്കുന്നു. ഒരു സ്ത്രീ അതിൽ കൈയിലിട്ടിളക്കുന്നു. കുട്ടികൾ ചുറ്റുമിരുന്ന് കരയുന്നു. അവർ സലാം പറഞ്ഞു. ആ സ്ത്രീ പുറത്തേക്ക് വന്നു. കുട്ടികൾ എന്തിനാണ് കരയുന്നത്? ഖലീഫ ചോദിച്ചു. ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഖലീഫ: കലത്തിൽ എന്താണ്? സ്ത്രീ: വെറും വെള്ളം. കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ഇളക്കുകയാണ്. ഭക്ഷണമാണെന്ന് കരുതി അവർ ഇരിക്കും. കരഞ്ഞ് ക്ഷീണിക്കുമ്പോൾ അവർ ഉറങ്ങും. കൂടെ ഞാനും ഉറങ്ങും. ദിവസങ്ങളായി ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഖലീഫ ബൈത്തുൽ മാലിൻ്റെ കലവറയിലേക്ക് ഓടി. ഒരു ചാക്ക് ധാന്യപ്പൊടിയും ഒരു തോൽപാത്രം നെയ്യും എടുത്തു. അതെൻ്റെ ചുമലിലേക്ക് എടുത്തു വെക്കൂ, ഖലീഫ ഖാദിമിനോട് ആവശ്യപ്പെട്ടു. ഞാൻ എടുത്തുകൊള്ളാം, അസ്ലം പറഞ്ഞു. ഖിയാമത്ത് നാളിൽ എൻ്റെ ഭാരം നീ ചുമക്കുമോ? അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അവർ ആ സ്ത്രീയുടെ വീട്ടിലെത്തി. പൊടി കുഴച്ച് അടുപ്പ് കത്തിച്ച് റൊട്ടി ചുട്ടെടുത്തു. കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ വെച്ചു കൊടുത്തു. അവർ കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിന്നു. അവർക്ക് വേണ്ടതെല്ലാം നൽകി സന്തോഷത്തോടെ മടങ്ങി. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഈ ജനസേവകൻ. ബനു അദി വംശത്തിൽ ഖത്താബിൻ്റെയും ഹന്തമയുടെയും മകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 13ാം കൊല്ലം അദ്ദേഹം ഭൂജാതനായി. അബൂ ഹഫ്സ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു. നുബുവത്തിൻ്റെ 6ാം വർഷം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ വെച്ച് സഹോദരിയുടെ വീട്ടിൽ കയറി. അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാനിടയായി. ഉമർ റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടായി. സവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. പരസ്യമായി പ്രബോധനം ചെയ്യാൻ ഈ സംഭവം മുസ്ലിങ്ങൾക്ക് ധൈര്യം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫാറൂഖ് എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. തടിച്ചു നീളമുള്ളവരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ചുവപ്പ് കലർന്ന വെളുത്ത നിറം, അസാമാന്യ ധീരതയും ദൃഢനിശ്ചയതയുമുള്ള മനസ്സ്, ആരോഗ്യ ദൃഢഗാത്രൻ. അൽ അശ്റത്തുൽ മുബശ്ശറയിൽ പെട്ടവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. തീർച്ചയായും അള്ളാഹു ഉമറിൻ്റെ നാവിലും ഖൽബിലും സത്യം നിക്ഷേപിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷ്മതയോടെ ജീവിച്ചു. ലളിത ജീവിതം നയിച്ചു. കഷ്ണം വെച്ച വസ്ത്രങ്ങൾ ധരിച്ചു. എല്ലാവർക്കും നീതിയും സമാധാനവും ഉറപ്പുവരുത്തി. പ്രജാവത്സലനും നീതിമാനുമായിരുന്നു അദ്ദേഹം. അതുകാരണം രാജ്യത്ത് ശാന്തിയും സമൃദ്ധിയും കൈവന്നു. ഭരണപ്രവർത്തനങ്ങൾ: 1. അക്രമത്തിലും അനീതിയിലും അധിഷ്ഠിതമായ ബൈസാന്തിയൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു. കിസ്റയുടെ അക്രമം ഭരണത്തിൽ നിന്ന് കിസ്റയുടെ അക്രമ ഭരണത്തിൽ നിന്ന് സിറിയ, ഫലസ്തീൻ എന്നിവയെ മോചിപ്പിച്ചു. മുസ്ലിം ഭരണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ബൈത്തുൽ മാലിൽ നിന്ന് ഓരോരുത്തർക്കും വാർഷിക വിഹിതം നൽകി. അതിനായി പ്രത്യേക രജിസ്റ്റർ തയ്യാറാക്കി. അൽ മസ്ജിദുൽ ഹറാമും അൽ മസ്ജിദുൻ നബവിയും വിശാലമാക്കി. ഹിജറ വർഷ കലണ്ടർ നടപ്പിലാക്കി. 20 റക്അത്തുള്ള തറാവീഹ് നിസ്കാരം ഒരു ഇമാമിൻ്റെ കീഴിൽ പുനഃക്രമീകരിച്ചു.
നിലവിലുണ്ടായിരുന്ന പേർഷ്യൻ നാണയങ്ങൾക്കു പകരം പ്രത്യേക നാണയങ്ങൾ അടിച്ചിറക്കി. ഒരു ദിവസം സുബഹി നിസ്കരിക്കുമ്പോൾ മജൂസിയായ അബൂ ലുഅ്ലുഅ വിഷത്തിലൂട്ടിയ കഠാര കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്ന് കുത്തി. അത് അദ്ദേഹത്തിൻ്റെ വഫാത്തിന് കാരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സമീപം അദ്ദേഹത്തെ മറവു ചെയ്തു. ഹിജറ 203 ദുൽഹിജ്ജ 26 അത്. അദ്ദേഹത്തിന് അന്ന് 63 വയസ്സായിരുന്നു. 10 വർഷവും 6 മാസവുമാണ് ഭരണകാലം. അഹദുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അഹദുൽ ഫുതൂഹ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വിജയങ്ങളുടെ കാലം. ഇനി അതിൻ്റെ അർത്ഥങ്ങൾ കാണാം. അത് കൂട്ടുകാർ വായിച്ച് പഠിക്കുക. അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഹാദി വൽ ഇശ്റൂൻ അൽ ഫാറൂഖ്. നുഇദ്ദു അസ്ഇല. ചോദ്യങ്ങൾ. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കി എഴുതുക. 1. ഖലീഫയുടെ ഖാദിമാർ അസ്ലം. 2. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവും മാതാവും ആരെല്ലാം? ഖത്താബ്, ഹൻതമ. 3. ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 13-ാം കൊല്ലം. 4. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന്? നുബുവത്തിൻ്റെ 6-ാം വർഷം. 5. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ത്? സഹോദരിയുടെ വീട്ടിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് മാനസാന്തരമുണ്ടായി തിരുസവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. ഇനി അടുത്തത് ജദവൽ, പട്ടിക തയ്യാറാക്കുക. അൽ അശറത്തുൽ മുബശ്ശറയുടെ പേരുകൾ താഴെ പട്ടികയിൽ എഴുതുക. 1. അബൂബക്കർ റളിയല്ലാഹു അൻഹു. 2. ഉമർ റളിയല്ലാഹു അൻഹു. 3. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4. അലി റളിയല്ലാഹു അൻഹു. 5. സഅദ് റളിയല്ലാഹു അൻഹു. 6. സഈദ് റളിയല്ലാഹു അൻഹു. 7. സുബൈർ റളിയല്ലാഹു അൻഹു. 8. തുൽഹത്ത് റളിയല്ലാഹു അൻഹു. 9. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. 10. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഇനി മൂന്നാമത്തെ വർക്ക് കാണാൻ നുഇദ്ദു ഫിഖർ, ഒരു ഖണ്ഡിക എഴുതുക. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങൾ. ഉത്തരം. അൽ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ടവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. തീർച്ചയായും അള്ളാഹു ഉമറിൻ്റെ നാവിലും ഖൽബിലും സത്യം നിക്ഷേപിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷ്മതയോടെ ജീവിച്ചു, ലളിത ജീവിതം നയിച്ചു, കഷ്ണം വെച്ച വസ്ത്രങ്ങൾ ധരിച്ചു, എല്ലാവർക്കും നീതിയും സമാധാനവും ഉറപ്പുവരുത്തി. പ്രജാവത്സലനും നീതിമാനുമായിരുന്നു അദ്ദേഹം. അത് കാരണം രാജ്യത്ത് ശാന്തിയും സമൃദ്ധിയും കൈവന്നു. ഇനി രണ്ടാമത്തെ വർക്ക് കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഉത്തരം. അക്രമത്തിലും അനീതിയിലും അധിഷ്ഠിതമായ ബൈസാൻഡിയൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു. കിസ്രായുടെ അക്രമ ഭരണത്തിൽ നിന്ന് സിറിയ, ഫലസ്തീൻ എന്നിവയെ മോചിപ്പിച്ചു. മുസ്ലിം ഭരണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ബൈത്തുൽ മാലിൽ നിന്ന് ഓരോരുത്തർക്കും വാർഷിക വിഹിതം നൽകി. അതിനായി പ്രത്യേക രജിസ്റ്റർ തയ്യാറാക്കി. അൽ മസ്ജിദുൽ ഹറാമും അൽ മസ്ജിദുൻ നബവിയും വിശാലമാക്കി. ഹിജറ വർഷ കലണ്ടർ നടപ്പിലാക്കി. 20 റക്അത്തുള്ള തറാവി നിസ്കാരം ഒരു ഇമാമിൻ്റെ കീഴിൽ പുനഃക്രമീകരിച്ചു. നിലവിലുണ്ടായിരുന്ന പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം പ്രത്യേക നാണയങ്ങൾ അടിച്ചിറക്കി. ഇനി മൂന്നാമത്തത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. ഒരു ദിവസം സുബഹി നിസ്കരിക്കുമ്പോൾ മജൂസിയായ അബൂ ലുഅ്ലുഅ വിഷത്തിലൂട്ടിയ കഠാര കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്ന് കുത്തി. അത് അദ്ദേഹത്തിൻ്റെ വഫാത്തിന് കാരണമായി. ഇനി 4. ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണം. ബനു അദി വംശത്തിലെ ഒത്താബിൻ്റെയും ഹന്തമയുടെയും മകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 13-ാം കൊല്ലം അദ്ദേഹം ഭുജാതനായി. അബൂ ഹഫ്സ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു. നുബുവത്തിൻ്റെ 6-ാം വർഷം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ വെച്ച് സഹോദരിയുടെ വീട്ടിൽ കയറി. അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാനിടയായി. ഉമർ റളിയല്ലാഹു അൻഹു മാനസാന്തരമുണ്ടായി തിരുസവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.